ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും ശക്തമായതോടെ പശ്ചിമേഷ്യൻ ആകാശം യുദ്ധഭീതിയിലാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി എയർ ഫ്രാൻസ്, ലുഫ്താൻസ, KLM തുടങ്ങിയ വമ്പൻ വിമാന കമ്പനികൾ പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചു. സംഘർഷ സാധ്യതയുള്ള ഇറാൻ, ഇറാഖ് വ്യോമപാതകൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് വിമാന കമ്പനികളുടെ തീരുമാനം. KLM ടെൽ അവീവ്, ദുബായ്, ദമാം, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചു. എയർ ഫ്രാൻസ് സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയ ശേഷം ദുബായിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. ലുഫ്താൻസ ഇറാൻ, ഇറാഖ് വ്യോമ മേഖലകൾ വഴി പറക്കില്ലെന്ന് ജർമ്മൻ കമ്പനിയായ ലുഫ്താൻസയും വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് 29 വരെയുള്ള ടെഹ്റാൻ സർവീസുകളും റദ്ദാക്കി കഴിഞ്ഞു. ഇസ്രായേലിലെ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി അമേരിക്കൻ, കനേഡിയൻ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങവേ വിമാനത്തിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. അമേരിക്കയുടെ വൻ സന്നാഹങ്ങളുള്ള പടക്കപ്പലുകളുടെ കൂട്ടം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുകയാണെന്ന് ട്രംപ് വെളിപ്പെടുത്തി. ഞങ്ങൾ ഇറാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. വൻതോതിലുള്ള സൈനിക വ്യൂഹം അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അത് ഉപയോഗിക്കേണ്ടി വരില്ലെന്ന് കരുതുന്നുണ്ട്. എങ്കിലും കരുതിയിരിക്കുക തന്നെ ചെയ്യും, ട്രംപ് കൂട്ടിച്ചേർത്തു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനും മിസൈൽ വേദ കപ്പലുകളുമാണ് ഗൾഫിലേക്ക് എത്തുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളും പ്രക്ഷോഭകർക്കെതിരെയുള്ള നടപടികളും നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക വിന്യാസത്തെ ശക്തമായി നേരിടാനാണ് ഇറാൻ ഒരുങ്ങുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം US നടത്തിയാൽ പശ്ചിമേഷ്യൻ മേഖലയിൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇറാൻ ഔദ്യോഗിക വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പരിമിതമായ ആക്രമണമായാലും അതിശക്തമായ പ്രതികരണമുണ്ടാകും. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സൈന്യം ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ്, ഇറാൻ പ്രതികരിച്ചു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പശ്ചിമേഷ്യ വഴി പറക്കുന്ന വിമാനങ്ങളെ ഈ മാറ്റം കാര്യമായി തന്നെ ബാധിക്കും. വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് യാത്രാസമയം വർദ്ധിപ്പിക്കാനും ടിക്കറ്റ് നിരക്ക് ഉയരാനും കാരണമായേക്കും. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയുടെ ഏത് നീക്കത്തെയും തങ്ങൾ സൈനികമായി തന്നെ നേരിടും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ അമേരിക്കയും പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സന്നാഹങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു തന്നെയാണ് ഇരു കൂട്ടരുടെയും മുന്നോട്ടുള്ള പോക്ക്. പശ്ചിമേഷ്യൻ ആകാശവും യുദ്ധഭീതിയിൽ തന്നെ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ തന്നെ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. സംഘർഷ സാധ്യത ഏത് സമയവും ഉടലെടുക്കാം. അത് പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാം. ഇറാന്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തരത്തിലുള്ള നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും ഇത്തരത്തിലുള്ള ഒരു യുദ്ധഭീതിയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.